ഗസയിലെ പട്ടിണിക്കൊലയ്ക്കെതിരെ ലോകത്താകെ പ്രതിഷേധമുയരുമ്പോഴും ഇസ്രായേൽ കൂട്ടക്കൊല തുടരുകയാണ്. ഇന്ന് മാത്രം 74 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. സഹായം തേടിയെത്തിയ 34 പേരും ഇവരിൽ ഉൾപ്പെടും. ഗസയിൽ സൈനിക വിജയം നേടും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഗസയിലെ സ്ഥിതി ഹൃദയഭേദകമെന്ന് UN മനുഷ്യാവകാശ സമിതി. കൂടുതൽ സഹായം എത്തിക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുന്നതായും UN. MCA നാസർ വിവരങ്ങൾ നൽകും. നാസർ, അത്യധികം സങ്കടകരമാണ് ഗസയിലെ സ്ഥിതി എന്നറിയാം. എത്രയോ നാളുകളായി അവിടെ പട്ടിണി അതിരൂക്ഷമായി തുടരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിച്ചു പോകുന്ന സ്ഥിതിയാണ്. അതിനിടയിലും ഇസ്രായേൽ അവരുടെ ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുകയാണോ ഗസയിൽ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഇളവ് അല്ലെങ്കിൽ ഈ ഒരു നിലവിലുള്ള ഉപരോധത്തിലും അതോടൊപ്പം തന്നെ ആക്രമണത്തിലും ഒരു കുറവ് ഇനിയും സംഭവിക്കുകയില്ല. മറിച്ച് കൂടുതൽ വ്യാപ്തിയിലേക്ക് ഈ ആക്രമണം തുടരുന്നു. അതോടൊപ്പം തന്നെ ഈ സഹായങ്ങൾ ലഭ്യമാക്കുന്നത് എല്ലാ പരിധിയും വിലക്കുകളിൽ ലംഘിച്ചുകൊണ്ട് സഹായം എത്തിക്കണമെന്ന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന വൻശക്തി രാജ്യങ്ങൾ പോലും ആവശ്യപ്പെട്ടു എങ്കിൽ പോലും അക്കാര്യത്തിൽ ഒരു ഇളവും തൽക്കാലം നൽകേണ്ടതില്ല എന്നൊരു തീർപ്പിൽ തന്നെയാണ് ഇസ്രായേൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനയും ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഗസ പൂർണ്ണമായിട്ടും കീഴടക്കും വരെ, ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കും വരെ, ബന്ദികളെ പൂർണ്ണമായിട്ടും മോചിപ്പിക്കും വരെ ഈ ആക്രമണം തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന ഒരു പ്രസ്താവനയാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഹമാസിനെ കൂടുതൽ ഒരു വെടിനിർത്തലിനെ പ്രേരിപ്പിക്കുക എന്നൊരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം ഈ വളരെ ശക്തമായിട്ടുള്ള ഈ പ്രതികരണം എന്ന് വിലയിരുത്തുന്നവരുണ്ട്. പക്ഷേ ഗസയുടെ സാമാന്യ ജനങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അതിസങ്കീർണമായിട്ടുള്ള അതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. കാരണം നേരത്തെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഒരു സന്ദർശനം നടന്നിരുന്നു. പക്ഷേ ഇതൊക്കെ നടന്നുവെങ്കിൽ പോലും ഭക്ഷ്യ വിഭവങ്ങൾ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാനോ അത് കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം പോലും ഇനിയും നടപ്പാക്കാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറാകുന്നില്ല. സൈനിക നേതൃത്വം അതിന് മറ്റുള്ളവരെ അനുവദിക്കുന്നില്ല. UN ഉൾപ്പെടെയുള്ള ഏജൻസികൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത് ഗസയിലെ അതിർത്തികളൊക്കെയും തുറന്നുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് നിത്യം 600 ട്രക്കുകളെങ്കിലും എത്തിച്ചെങ്കിൽ മാത്രമേ ഈ കൊടും പട്ടിണിയിൽ നിന്ന് ഗസയിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. അതല്ല എങ്കിൽ കുട്ടികൾ ഉൾപ്പെടെ ആയിരങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത് മറികടക്കാൻ അല്ലെങ്കിൽ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയാണ്. കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്ക് ഭാഗങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ബെൻഗബീർ മസ്ജിദുൽ അക്സയിൽ സന്ദർശനം നടത്തുകയും അവിടെ വളരെ പ്രകോപനപരമായിട്ടുള്ള നടപടികൾ അദ്ദേഹം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത്. ഇത് അറബ് ലോകത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് താൻ കരുതുന്നില്ല. അതേസമയം ഗസയിലേക്ക് ഏറ്റവും കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കണമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലപ്പുറം ഇതിന് എന്ത് പ്രായോഗികമായിട്ടുള്ള നടപടിയാണ് അമേരിക്ക സ്വീകരിക്കുക എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാൻ പോലും ട്രംപ് വിസമ്മതിക്കുകയാണ്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഈ വംശഹത്യാ പദ്ധതി അതിന്റെ ഏറ്റവും ക്രൂരമായ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭക്ഷണത്തിന് കാത്തുനിന്ന 36 പേർ ഇന്നും കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 1900-ലധികം പേരെയാണ് പിന്നിട്ട ദിവസങ്ങളിൽ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ആയിരങ്ങൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ അതേ അവസ്ഥ തന്നെ തുടരുന്നു. വംശഹത്യയുടെ എല്ലാ ക്രൂരമായിട്ടുള്ള ചേരുവകളും ഗസയെ സംബന്ധിച്ചിടത്തോളം അതിക്രൂരമായ രീതിയിൽ തന്നെ തുടരുന്നു എന്നതാണ് ഇന്നത്തെ ഈ മരണ റിപ്പോർട്ടുകൾ കൂടി വ്യക്തമാക്കുന്നത്. ദിവ്യ, ഇവിടെ ഗസയിലെ സ്ഥിതി വളരെ ആശങ്കാജനകമാണ് എന്ന തരത്തിലാണ് വിവിധ ലോകരാജ്യങ്ങളൊക്കെ പ്രതികരിക്കുന്നത്. ശക്തമായ നടപടി വേണം എന്ന ആവശ്യമടക്കം ഉയരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാൻ നെതന്യാഹു തയ്യാറാകാത്ത സ്ഥിതിയാണോ? ദിവ്യ, തീർച്ചയായിട്ടും നെതന്യാഹു കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന് അടിപ്പെട്ടുകൊണ്ട് ചില നീക്കുപോക്കുകളൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലും പ്രത്യാശയും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഗസയിലെ ഒരു 3 സ്ഥലങ്ങളിൽ ദേറുൽ ബഹലാഹ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 10 മണിക്കൂർ നേരം താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതായിട്ട് ഇസ്രായേൽ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ റഫ അതിർത്തി മുഖേനയും മറ്റും ഗസയിൽ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെയും ഈ പ്രഖ്യാപനം വലിയ തോതിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം
കുറുകിയ ഒരു ഘട്ടത്തിൽ അതിന് കണ്ണിൽ പൊടിയിടുക എന്നൊരു തന്ത്രം എന്നതിലപ്പുറത്തേക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഗസയിലെ ഈ റഫ അതിർത്തിയിലൂടെ പിന്നെ കടത്തിവിടുന്നത് 40-50 ട്രക്കുകൾ മാത്രമാണ്. അതും സൂക്ഷ്മമായിട്ടുള്ള വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള പരിശോധനാ നടപടികൾക്ക് ശേഷം മാത്രമാണ് ആ വാഹനങ്ങൾ കടത്തിവിടുന്നത്. മാത്രമല്ല ഗസയിലേക്ക് വരുന്ന ഈ വാഹനങ്ങൾ കൊള്ളയടിക്കാൻ പോലും ശ്രമങ്ങൾ നടക്കുന്നു. അതിന് സൈന്യം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ലോകത്തിന്റെ ഈ സമ്മർദ്ദത്തെ മറികടക്കാൻ തങ്ങൾ ചില നടപടികൾ കൈക്കൊള്ളുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നതിൽ അപ്പുറത്തേക്ക് ഇത് പ്രായോഗികമായിട്ട് ഈ പട്ടിണി എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും അത് തങ്ങളൊരു ആയുധമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും UN ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ഒക്കെ കുറ്റപ്പെടുത്തലിന്റെയും അടിസ്ഥാനത്തിൽ അതിനൊരു ഏതെങ്കിലും അർത്ഥത്തിലൊരു പ്രായോഗികമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും ഒക്കെ രക്ഷപ്പെടുത്താനുള്ള തികച്ചും മാനുഷികമായിട്ടുള്ള നടപടികൾ പോലും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നിത്യവും ഈ ഭക്ഷണം തേടി വരുന്നവർക്ക് നേരെ നടക്കുന്ന ഈ കൊലകൾ, ഈ കൊല വളരെ കൃത്യമാണ്, വളരെ ആസൂത്രിതമാണ് എന്ന കാര്യവും വ്യക്തമാണ്. കാരണം നിത്യവും 50-60 പേരാണ് ഈ ഭക്ഷണം തേടി വരുന്ന ആളുകൾ കൊല്ലപ്പെടുന്നത്. അതിന് ഒരു UN ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഈ ഭക്ഷ്യ വിതരണം ഏൽപ്പിക്കുകയാണെങ്കിൽ, കുറ്റമറ്റ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ കൂട്ടക്കൊല ഒഴിവാക്കാൻ വളരെ എളുപ്പം സാധിക്കും. അമേരിക്ക ആ അർത്ഥത്തിലുള്ളൊരു നീക്കമോ നിർദ്ദേശമോ ഇസ്രായേലിന് നൽകിയാൽ പോലും ഇതിൽ വലിയ തോതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നെതന്യാഹു അതിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമീപനം കൈക്കൊള്ളുന്നില്ല. അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ വ്യക്തമാക്കുന്നത് ഗസ പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിൽ കൊണ്ടുവരണം, സൈനികമായിട്ടുള്ള അധിനിവേശം മുന്നോട്ട് കൊണ്ടുപോകണം, മാത്രമല്ല അവിടെ ജൂത കുടിയേറ്റത്തിനുള്ള അവസരമൊരുക്കണം എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള നടപടികളുമായിട്ടാണ് ഇസ്രായേൽ സർക്കാർ മുന്നോട്ട് പോകുന്നത്. നെതന്യാഹുവിന്റെ ഇന്നത്തെ പ്രതികരണവും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തും ഖത്തറും അവർ വ്യക്തമാക്കുന്നത് ഈ വെടിനിർത്തൽ ചർച്ച ഇനി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വൻശക്തി രാജ്യങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ്. പക്ഷേ ആ അർത്ഥത്തിലുള്ള ഒരു നീക്കമോ ഇടപെടലോ നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ വിസമ്മതിക്കുകയാണ്. കാരണം ഇസ്രായേലിന് ട്രംപ് ഒരുപക്ഷെ ഈ വംശഹത്യ പൂർണ്ണമായിട്ടും ഈ ക്രൂരമായ സ്വഭാവത്തിൽ തുടരാനുള്ള ഒരു പച്ചക്കൊടി നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കും മാനുഷികമായിട്ടുള്ള വലിയ ദുരന്തത്തിലേക്കും തന്നെയായിരിക്കും ഗസ ഇനിയും നീങ്ങുന്നത്. ദിവ്യ, നമുക്കറിയാം വല്ലാത്ത രീതിയിൽ പട്ടിണി അവിടെ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അവിടെ കൊല്ലപ്പെടുന്ന വാർത്തയാണ് ഓരോ ദിവസം. നമ്മുടെ മനുഷ്യ മനസാക്ഷി തന്നെ മരവിച്ചു പോകുന്ന കാഴ്ചകളൊക്കെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇവിടെ ഇപ്പോൾ അവിടേക്കുള്ള വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ട്രക്കുകൾ, സഹായ വസ്തുക്കൾ എത്തിക്കുന്ന ട്രക്കുകളൊക്കെ ഈ അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുകയാണോ? അതകത്തേക്ക് കടത്തിവിടില്ല എന്ന ഉറച്ച നിലപാടിലാണോ ഇപ്പോഴും നെതന്യാഹു ഉള്ളത്? ദിവ്യ, തീർച്ചയായിട്ടും ഇത് പിന്നിട്ട് കുറേ മാസങ്ങളായി തന്നെ പല ട്രക്കുകളും, ഏതാണ്ട് ഒരു 6000-ത്തിലധികം ട്രക്കുകളാണ് ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്ന് കാത്തുകെട്ടിക്കിടക്കുന്നത്. അതിൽ ഈ അറബ് രാജ്യങ്ങൾ അയച്ചിരിക്കുന്ന വൻതോതിലുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ട്, വസ്ത്രമുണ്ട്, വെള്ളമുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള, പ്രത്യേകിച്ച് 1 ലക്ഷത്തിലധികം കുട്ടികൾ പട്ടിണിയെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കുള്ള പാൽപ്പൊടി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഈ വാഹനങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. അത് ഈ റഫ അതിർത്തിയിലൂടെ ഏറ്റവും ചുരുങ്ങിയത് നിത്യം ഒരു 600 ട്രക്കുകളെങ്കിലും ഗസയിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ ഈ പട്ടിണി എന്ന ഏറ്റവും വലിയ തോതിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ ഗസയിലെ ജനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇതൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ ഗസയിലെ ആശുപത്രി സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ട ഒരു സാഹചര്യം. വളരെ പരിമിതമായ അർത്ഥത്തിൽ മാത്രമാണ് ചികിത്സാ സംവിധാനങ്ങൾ പോലും ഇപ്പോൾ അവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡയാലിസിസിനൊക്കെ വിധേയമാക്കപ്പെടുന്ന രോഗികൾക്ക് മിനിമം സ്വഭാവത്തിലുള്ള ഭക്ഷണം അവർക്ക് നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു ചികിത്സാ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ള നടപടികൾ, അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്ക് സ്വഭാവത്തിലുള്ള ഒരു ഭക്ഷണം പോലും അവർക്ക് നൽകാൻ സാധിക്കാത്തതിൻ്റെ സങ്കടമാണ് വിവിധ ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ആശുപത്രികളിലും മറ്റും പരിക്കേറ്റ് വരുന്നവരുടെ അവസ്ഥ, ഇതൊക്കെ ദയനീയമായിട്ട് തുടരുന്നു. അവിടത്തേക്ക് ഇന്ധനം എത്തിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് താളം തെറ്റുന്നു. അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ സംഭവിക്കുമ്പോൾ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ പോലും, അവിടേക്ക് നോക്കാൻ പോലും ഈ ആംബുലൻസുകൾക്കും മറ്റും സാധിക്കാത്ത ഒരു അവസ്ഥയും നിലനിൽക്കുന്നു. അപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള പല തലങ്ങളിലുള്ള ആക്രമണവും വംശഹത്യയും വെടിവെപ്പും ഭക്ഷണ നിഷേധവും തുടരുമ്പോൾ, പരിഷ്കൃത രാജ്യത്താണ് അല്ലെങ്കിൽ ആ ലോകത്തിന് മുമ്പാകെയാണ് ഈ നിത്യവും ഇത്രയേറെ മനുഷ്യരെ കൊന്നു തള്ളുന്നത് എന്ന് ലോകത്തിന്, ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും അത് ശക്തമായിട്ട് ഇത് തിരിച്ചറിയുകയും
അതിനെതിരായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകുന്നില്ല. മാത്രമല്ല ഇത്തരം നീക്കങ്ങൾക്ക് ഏറെക്കുറെ അവിടെ നടക്കുന്നത് വംശഹത്യയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറെക്കുറെ ഇസ്രായേലിനെ ന്യായീകരിക്കുകയും ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങളും സമ്പത്തും മറ്റ് നയതന്ത്ര പരിരക്ഷയും നൽകുന്ന ഒരു ഭരണകൂടമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി എന്നത് അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ദുരന്തം എന്നത് മറികടക്കുക എന്നത് ഒരു പക്ഷേ പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകില്ല. പക്ഷേ തങ്ങളുടെ പോരാട്ടം അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് തങ്ങൾ തുടരുമെന്ന് തന്നെയാണ് പലസ്തീൻ പോരാളി സംഘം ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാവുകയാണെങ്കിൽ 22ഓളം വരുന്ന ജീവനുള്ള ബന്ദികളെയും അതോടൊപ്പം തന്നെ 40ഓളം ബന്ദികളുടെ മൃതദേഹങ്ങളും തങ്ങൾ ഒറ്റയടിക്ക് തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ ആയുധങ്ങൾ അടിയറ വെക്കാം, തങ്ങൾ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിക്കാമെന്ന് കൂടി ഹമാസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇതിനോടുള്ള ഒരു അനുകൂല സമീപനമല്ല ഇസ്രായേൽ സ്വീകരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിനെയും ഗസയെയും പൂർണ്ണമായിട്ടും തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനുള്ള സൈനികമായിട്ടുള്ള അധിനിവേശം പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും ധാർഷ്ട്യം നിറഞ്ഞ ആ സമീപനത്തിലൂടെ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതിന് പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും. ദിവ്യ, യെസ്, പട്ടിണി അത്രയധികം ഗസയെ വരിഞ്ഞു മുറുക്കുമ്പോഴും അവിടേക്ക് സഹായം എത്തിക്കാൻ നെതന്യാഹു വിസമ്മതിക്കുകയാണ്. അതോടൊപ്പമാണ് കൂട്ടക്കൊല ഇസ്രായേൽ സൈന്യം ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എതിരെ ഇസ്രായേലിനകത്തും പുറത്തുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് MC നാസർ നൽകിയത്.